കൊയ്യ ഇടവകയിൽ മാനൂരാൻ തറവാട്ടിൽ കൊച്ചുമാത്യു ചെറുച്ചി എന്ന ദമ്പതികളുടെ 6 മക്കളിൽ 3ാമത്തെ സന്താനമായി 1944 ജൂലൈ 16 സിസ്റ്റർ മീറ ജനിച്ചു. മാമോദിസ പേര് ഉണ്ണിച്ചാൻ എന്നായിരുന്നു. കുഞ്ഞുനാളിലെ തന്റെ കുടുംബത്തിൽ നിന്ന് ലഭിച്ച ദൈവസ്നേഹാനുഭവങ്ങളും ആഴമായ വിശ്വാസവും ശ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിന് ശേഷം ഉറച്ച ബോധ്യത്തോടെ തന്നെ സന്യാസജീവിതം ആശ്രയിക്കാൻ സിസ്റ്ററിനെ പ്രേരിപ്പിച്ചു. പരിശുദ്ധ കർമ്മല മാതാവിന്റെ തിരുനാൾ ദിനത്തിൽ ജനിച്ച സിസ്റ്ററിനെ ജനനത്തിൽ തന്നെ ദൈവമാതാവ് കർമ്മല സഭയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. CMC സന്യാസിനി സമൂഹത്തിലേക്ക് കാലെടുത്ത് വെച്ച സിസ്റ്റർ മീറ 1967 മെയ് 2 ആദ്യവൃത്ത വാഗ്ദാനവും 1975 മെയ് നിത്യവൃത്ത വാഗ്ദാനവും പരിശുദ്ധ അമ്മയുടെ സഹായത്തോടെ ദൈവത്തിന് സമർപ്പിച്ചു. സിസ്റ്ററിന്റെ നീണ്ട സന്യാസ ജീവിതത്തിൽ നിർമ്മല പ്രോവിൻസ് മാനേജ്മെന്റിന്റെ കീഴിലുള്ള പ്രധാന സ്കൂളുകളിലെല്ലാം തന്നെ മെറിക്കൽ വർക്ക് സുപ്രഭമാവിധം കാഴ്ചവെച്ചു. സ്കൂൾ വിദ്യാർത്ഥിനികളോട് ഒരു അമ്മയുടെ കരുതലും സ്നേഹവും മീറമ്മ പ്രകടമാക്കിയിരുന്നു. 2000-ലെ റിട്ടയർമെന്റിന് ശേഷവും വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബങ്ങളോടുമുള്ള സൗഹൃദം തുടർന്നുകൊണ്ടു പോകുന്നു. മദർ സുപ്പീരിയർ, കൗൺസിലർ എന്നീ നിലകളിലും ഈ കാലഘട്ടത്തിൽ സിസ്റ്റേഴ്സിനിടയിലും സ്നേഹം പകരാൻ സിസ്റ്ററിന് സാധിച്ചിട്ടുണ്ട്. അസിസ്റ്റന്റ് കോർപ്പറേറ്റീവ് മാനേജർ എന്ന നിലകളിലും തന്റെ സമയവും അറിവും കഴിവും സിസ്റ്റർ ഫലപ്രദമായി വിനിയോഗിച്ചു. അതിലൂടെ അനേകരിലേക്ക് വിശ്വാസ ചൈതന്യവും ആശ്വാസവും പകരാൻ ഈ അവസരം മീറമ്മ വളരെ മനോഹരമായി ഉപയോഗിച്ചു. 2017 സന്യാസ സമർപ്പണത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുവാനുള്ള ഭാഗ്യവും സിസ്റ്ററിന് ലഭിച്ചു. കോളനി ഹോളി ട്രിനിറ്റി കോൺവെന്റ്, തൃശൂർ സേക്രഡ് ഹാർട്ട് കോൺവെന്റ്, ലേഡി ഫാത്തിമ ഒല്ലൂർ, സെന്റ് ആൻസ് തൃശൂർ, സാന്തോം ചൂണ്ടൽ, വിമലാലയം പാടൂർക്കാട്, ജർപ്പുഷ്പാലയം വെള്ളാട്ടിഞ്ഞൂർ എന്നിവിടങ്ങളിലാണ് തന്റെ സേവനങ്ങൾ കൂടുതലായി കാഴ്ചവെച്ചിട്ടുള്ളത്. 2022 തന്റെ ആശ്വാസപ്രദമായ വിസ്മയ ജീവിതം നയിക്കുന്നതിനായി മരീന ഹോമിൽ ഞങ്ങളുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നത്. ഉത്തമ മാതൃഭക്തിയായ മീറമ്മ ധാരാളം ജപമാലകൾ ചൊല്ലുകയും അന്ന് കിടപ്പിരോഗികളായിരുന്നവരുടെ അടുത്ത് ചെന്ന് ജപമാല ചൊല്ലാൻ അവരെ സഹായിക്കുകയും ഭക്തഗാനങ്ങൾ ആലപിക്കുകയും പതിവായിരുന്നു. വളരെ സന്തോഷപ്രദയായ സിസ്റ്റർ നിഷ്കളങ്കമായ പുഞ്ചിരിയോടെയാണ് എല്ലാവരെയും സ്വീകരിക്കുക. തമാശകൾ പറഞ്ഞ് മറ്റുള്ളവരെ ശിപ്പിക്കുന്നതിൽ നല്ല വിദഗ്ധയായിരുന്നു മീറമ്മ. തന്റെ രോഗക്ലേശങ്ങളെയും വേദനകൾ പ്രകടമാക്കാതെ ജീവിക്കാൻ ശ്രമിച്ചിരുന്ന സിസ്റ്റർ പൊന്നും മീറ പുതുലുക്കം എന്ന സിസ്റ്ററിന്റെ പേര് ഉൾപ്പെടുന്ന തന്റെ ഇഷ്ടഗാനം ആലപിക്കാൻ തുടങ്ങിയാൽ എല്ലാം മറന്ന് അത് പാടാൻ സിസ്റ്ററിന് കഴിഞ്ഞിരുന്നു. രോഗക്ലേശങ്ങൾ വർദ്ധിച്ചപ്പോഴും പ്രാർത്ഥനയോട് നന്നായി സഹകരിച്ചിരുന്ന സിസ്റ്റർ രോഗി ലേപനം ഓർമ്മയോടെ സ്വീകരിച്ച് മരണത്തിനെ തന്നെ ഒരുങ്ങി. ഈ അവസാന നാളുകളിൽ രോഗം ശക്തി പ്രാപിക്കുകയും കർമ്മലമാതാവിന്റെ നൊവേന ദിവസങ്ങളിലൊന്നായ ജൂലൈ 7 വൈകുന്നേരം 11 മണിയോടെ പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിൽ സമൂഹാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരു ചെറു പുഞ്ചിരിയോടെ വളരെ ശാന്തമായി മീറമ്മ തനിക്കായി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യസമ്മാനത്തിനായി ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. ഈ പാവനാത്മാവ് നിത്യശാന്തി നേരുന്നു. CMC സന്യാസിനി സമൂഹം ഒരുമിച്ച് മീറമ്മയ്ക്ക് നന്ദിയും ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മീറ സിസ്റ്റർ നല്ല ഓർമ്മകളായി ചെറുപുഞ്ചിരിയായി ഇതാണ് താവിന്റെ ദാസിയെന്ന് തന്റെ ആത്മനാഥനാഥന് പ്രത്യുത്തരം നൽകിക്കൊണ്ട് ദൈവം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അനുവദിച്ച 82 വർഷക്കാലം ആത്മീയമായ ചൈതന്യത്തോടുകൂടെ തമ്പുരാന്റെ കൃപയിൽ ആശ്രയിച്ച് ഓട്ടമോടി പൂർത്തിയാക്കി ഇന്ന് ഈ സമൂഹത്തിനോട് ലോകത്തിനോട് വിട പറയുന്ന ഏറ്റവും മഹനീയമായ നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു പോവുക. അതിന് ശക്തമായ അടയാളമാണ് ഈ വിശുദ്ധ ബലി ആരംഭിക്കുന്നതിന് മുൻപ്
സിസ്റ്ററിന്റെ ജീവചരിത്രത്തിന്റെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ അമ്മയുടെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ കർമ്മല മാതാവിന്റെ തിരുനാൾ ദിനത്തിലാണ്. എന്നാൽ ആ അമ്മയുടെ ജീവിതം അവസാനിക്കുന്നതും അതേ മാസത്തിലും അടുത്ത ദിനങ്ങളിലുമാണ്. അമ്മയുടെ ജീവിതം മുഴുവനും പരിശുദ്ധ അമ്മയോട് ചേർത്ത് വയ്ക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് റീൽസ് ഒക്കെ തോന്നുന്നതിനിടയിൽ മീറ സിസ്റ്ററും കയറി വന്നു. അപ്പോൾ അതിന് ഇടയിലെ ഒരു ചോദ്യം സിസ്റ്ററിനോട് ചോദ്യകർത്താവ് ചോദിക്കുന്നുണ്ട്. മദീന ഹോമിൽ വെച്ചിട്ടാണ് ചെറുത് എടുത്തതെന്ന് തോന്നുന്നു. ഒരു ദിവസം എത്രമാത്രം പങ്ക് ചെയ്തു? അദ്ദേഹം പറഞ്ഞു 4. അപ്പോൾ ഇന്റർവ്യൂ നടത്തുന്ന സിസ്റ്റർ പറഞ്ഞു അതിനേക്കാൾ കൂടുതൽ ഉണ്ടല്ലോ എന്നാണ് അറിയാൻ സാധിച്ചത് എന്ന് ചോദിച്ചത്. എന്നാ പിന്നെ എണ്ണമെന്ന് കൂട്ടിക്കോ, ഞാൻ ഇനി മുതൽ അത് ചെയ്തു കൊള്ളാം. ചെയ്യുന്ന ഒരു വ്യക്തിയായി പരിശുദ്ധ അമ്മയോട് അഭേദ്യമായി ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ കർമ്മരീക്കാരുടെ ചൈതന്യം അനുസരിച്ചുകൊണ്ട് ആ അമ്മയുടെ ജീവിത മാതൃക തന്റെ ജീവിതത്തിൽ മുഴുവനും പ്രകടമാക്കുവാനും അമ്മയോടും തിരുക്കുമാരനോടും ചേർത്ത് വെക്കപ്പെട്ട വലിയൊരു സമർപ്പണ ജീവിതത്തിന്റെ മുൻപിലാണ് നാം ഇന്ന് ആദരവോടുകൂടെ ആയിരിക്കുക. അതുകൊണ്ട് വേർപാട് നമുക്ക് വേദനാജനകമാണ്. സിസ്റ്റർ അംഗമായിരിക്കുന്ന CMC സന്യാസിനി സമൂഹത്തിനോടും അദ്ദേഹത്തെ ഈ സമൂഹത്തിന്റെ ദാനമായി നൽകിയ കുടുംബാംഗങ്ങളോടും സിസ്റ്ററിന്റെ മരണത്തിന്റെ വേർപാടിന്റെ ദുഃഖവും പ്രാർത്ഥനകളും അനുശോചനവും ആദ്യമേ തന്നെ നേർന്നുകൊള്ളട്ടെ. പ്രിയം നിറഞ്ഞവരെ, മണ്ണിൽ ജനിക്കുന്നവൻ വിണ്ണിൽ ജനിക്കുന്ന ദിനമാണ് മരണദിനം. ഓരോ മരണവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതുതന്നെയാണ്. വന്നവന്റെ സന്നിധിയിലേക്ക് തിരിച്ചു നടക്കുവാൻ ഏതാനും നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂവെന്ന് ഓരോ ദിവസവും പിന്നിടുമ്പോൾ നീ തിരിച്ചറിയണമെന്ന് തിരുനാഥൻ നമ്മെ പഠിപ്പിക്കുകയാണ് ഓരോ മരണത്തിലൂടെയും. ആ നല്ല ബോധ്യത്തോടുകൂടെ നീളമ തന്റെ ജീവിതകാലം മുഴുവനും ആത്മീയമായ ആ ആനന്ദം തന്റെ മുഖത്ത് ചെറുപുഞ്ചിരിയായി നിഴലിച്ച് എന്നും നിന്നിരുന്നു. ഇന്ന് രാവിലെയാണ് ഈ ദൗത്യം ചരമപ്രസംഗം നടത്തണമെന്ന് മദർ സ്നേഹത്തോടെ വിളിച്ചത്. മദറിന് ഞാനും മീറമ്മയും തമ്മിലുള്ള ഒരു ബന്ധവും അറിയുന്നു. ദൈവാനുഗ്രഹത്തിന്റെ നിമിഷങ്ങളായി മാത്രമാണ് ഈ ചരമപ്രസംഗത്തെ ഞാൻ കാണുന്നത്. കാരണം 90-കൾ മുതല് ഞങ്ങൾ തമ്മിലെ ആത്മീയമായ ബന്ധമുണ്ട്. സിസ്റ്റർ സെയിന്റ് ആൻസിലെ ആയിരിക്കുമ്പോൾ, അവിടെ വെറും ഒരു ഓൾട്ടർ ബോയ് ആയിരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നൽകിക്കൊണ്ട് എന്നെ വ്യക്തിപരമായിട്ട് വളർത്തിയിട്ടുണ്ട്. ഇന്നത്തെ പോലെയൊക്കെ ലേഖനം വായിക്കുവാൻ അൽത്താരയ്ക്ക് മുമ്പിലെ മൈക്കിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തെറ്റിക്കുമ്പോ എല്ലാവരും വന്ന് കളിയാക്കുമ്പോഴും ഇങ്ങനെ തലരെ വെയിലൊക്കെ ഇങ്ങനെ കയറ്റിയിട്ടുകൊണ്ട് ഈ അമ്മ വരും. അത് ഒരു പോസിറ്റീവ് എനർജി നൽകാൻ കഴിഞ്ഞ ആഴ്ച വായിച്ചതിനേക്കാളും സ്ഫുടതയോട് കൂടിയിട്ട് മോനെന്ന് വായിച്ചു. അത് കേൾക്കുമ്പോഴുള്ള ഒരു ആവേശമുണ്ട്, ഞങ്ങൾക്കൊക്കെ ഒരു ആനന്ദമുണ്ട്. ഈ അമ്മ നൽകുന്ന നല്ല വാക്ക് അന്ന് ഓർത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ സെമിനാരിൽ ചേർന്നതിന് ശേഷമാണ്, ഏതാനും വർഷങ്ങളുടെ ഗ്യാപ്പിലൂടെയാണ് എന്റെ ബന്ധുവായിട്ടുള്ള സിസ്റ്റർ അമ്മായിയെ കാണുവാൻ കോലഴിയില് തൃശ്ശൂര് റോഡ് ഹൗസിൽ ചെല്ലുമ്പോ ആദ്യം പാർലറിലേക്ക് ഓടി വരും. എന്റെ ചെക്കൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചെറുപുഞ്ചിരിയോടെ എന്നെ കാത്തു നിൽക്കുന്ന വീറമ്മ. എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇനി അച്ഛനാകാൻ എത്ര വർഷമുണ്ട്? ഇനി അച്ഛനാകാൻ എത്ര വർഷമുണ്ട്? പ്രിയം നിറഞ്ഞവരെ, ആ ചോദ്യമാണ് ഇന്നൊരു അഭിഷിക്തനായിട്ട് എന്നെ പിടിച്ചു നിർത്തുന്നത്. അച്ഛനായതിനു ശേഷം തിരിച്ച് ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്നോട് തന്നെ ചോദിക്കുന്നു, ഇനി എത്ര നാളുണ്ട് തിരുനാഥന്റെ സന്നിധിയിലേക്ക് നടന്നെടുക്കാൻ? ഇതിനൊക്കെ ശക്തി നൽകിയ ഒരു ആത്മീയ ആചാര്യയായിരുന്നു മീറമ്മ എന്ന് പറയാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ഇത് ഞാൻ അനുഭവിച്ചറിഞ്ഞ മീറമ്മയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ കൂടെയായിരുന്നുകൊണ്ട്, കൂടെ നിന്നുകൊണ്ട്, അവസാന കാലഘട്ടത്തിൽ ശുശ്രൂഷിച്ചുകൊണ്ട്, കുടുംബത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നിങ്ങളും
ഇതിനേക്കാൾ നല്ല ഓർമ്മകൾ ഈ വീരമ്മയെ മനസ്സിൽ ഏറ്റി നിൽക്കുന്നവരാണെന്ന് ഞാൻ തീർച്ചയായും ഉറപ്പ് നൽകുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ദൈവം ദാനമായിട്ട് അധികാരികളിലൂടെ നൽകിയ ഉത്തരവാദിത്തങ്ങൾ അത് ദൈവത്തിന്റെ ദാനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അമ്മ തന്റെ കഴിവിന്റെ പരമാവധി കഠിനാധ്വാനം ചെയ്തുകൊണ്ട് തന്നെയാണ് എല്ലാ ജോലികളും എല്ലാ കാലഘട്ടങ്ങളിലും നിർവഹിച്ചിട്ടുള്ളത്. എത്ര തന്നെ തിരക്കുകളുണ്ട് എങ്കിൽ ഒരു കുശലാന്വേഷണം നടത്താതെ തിരിച്ചു പോകുന്ന മീറമ്മയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെ മാതൃകയായ ഒരു വിശുദ്ധയുടെ നല്ല ജീവിതം നയിച്ച ഒരു വിശുദ്ധയുടെ തിരുകർമ്മത്തിലാണ് നാം ഇന്ന് പങ്കെടുക്കുക. അതുകൊണ്ട് പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ഈ മരണമെന്ന വേർപാട് തന്റെ ആത്മമനവാളിന് പോകുവാനുള്ള നിമിഷങ്ങളാണെന്ന് ഈ അമ്മയ്ക്ക് അറിയാമായിരുന്നു. അവസാനമായി കഴിഞ്ഞ ജൂൺ 27-ന് വിശുദ്ധ കുമ്പസാരം എന്ന കുദാശ നൽകുവാനായിട്ട് അമ്മയുടെ അടുത്ത് ചെന്നപ്പോഴും ആ മുഖം പുഞ്ചിരിയോടെ ഇരിക്കുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. അങ്ങനെ ആ സന്തോഷം കാണുമ്പോൾ എത്രമാത്രം ദുഃഖിതരായവർക്ക് പോലും ദുഃഖങ്ങളെ അകറ്റുവാൻ അമ്മയുടെ സാന്നിധ്യം ഒരു നിറകുടമായിരുന്നുവെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ബലഹീനമായതാണ് മനുഷ്യ ജീവിതമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ബലഹീനതകളിലൂടെയാണ് ദൈവത്തിന്റെ ശക്തി പ്രകടമാകുന്നത്. അതുകൊണ്ട് ഈ അമ്മയ്ക്ക് വേണ്ടി ഈ അമ്മ ഇന്ന് നമ്മളോട് ഈ മരണശൈലി കിടക്കുമ്പോഴും പറയുന്നത്, എന്റെ ഭൗതികമായ ശരീരം നിങ്ങളിൽ നിന്ന് എടുക്കപ്പെടുന്നുവെങ്കിൽ നാം സ്വർഗത്തിൽ ഒരു നാൾ ഒരുമിക്കുന്നത് വരെ ഒരുമിക്കപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി ബലവാനായ കർത്താവിനോട് പ്രാർത്ഥിക്കണമെന്ന് അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിലെ അമ്മ എന്നും ഒരു നിറസാന്നിധ്യമായിരിക്കട്ടെ. അമ്മയോടും അമ്മയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ബലിയർപ്പിച്ച് ഈ തിരുക്കർമ്മങ്ങളിലെ നാം പങ്കെടുക്കുമ്പോൾ നാം തിരുസന്നിധിയിലേക്ക് നടക്കുവാനുള്ളവരാണെന്നുള്ള വിശ്വാസവും ബോധ്യവും നമ്മിൽ വളരട്ടെ. ബലവാനായ കർത്താവ് നമ്മുടെ പ്രിയം നിറഞ്ഞ സഹോദരിയുടെ ബലഹീനതകളെല്ലാം മറന്നുകൊണ്ട് ഇനിയും കൂടുതലായിട്ട് തമ്പുരാന്റെ സന്നിധിയിലിരുന്ന് സിസ്റ്റർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ഈ അമ്മയ്ക്ക് വേണ്ടി തുടർന്ന് തിരുത്തലയിൽ പ്രാർത്ഥിക്കാം. ആമേൻ.